നമസ്കാരം, ദീപാരിയ കളരിപ്പറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അടി തട്ടി മുട്ടുകൈ കയറ്റി കഷത്തിന് താഴെ അല്ലെങ്കിൽ നെഞ്ചിന് നേരെ 5 അറ്റാക്കാണ് ചെയ്യുന്നത്. 5 മുട്ടുകൈക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഒരു കാര്യം, എങ്ങനെയാണ് ഇത് അടിച്ച് ഇത് ഒരിടിക്ക് തന്നെ ആൾ ശരീരം തളർന്നു പോകും. പിന്നെ ആളുടെ ഇടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ നിന്ന് തന്നിട്ട് ഇടിക്കുകയാണെന്നുള്ളത് ചോദ്യം വേണ്ട. അതിന് മുന്നോടിയാണ് ഞങ്ങളിത് പറഞ്ഞത്. അപ്പോൾ ഒന്ന് നോക്കണം. ഫസ്റ്റ് അടിക്കാനത് അടിച്ചിട്ട് അടുത്ത് മുട്ടുകൈക്ക് ഇടിച്ച് കഷത്ത്, രണ്ടാം തിരിഞ്ഞ് കടിച്ച്, മൂന്നാമത്തെ നേരെ പുറക് ടേൺ ചെയ്ത് ഇടിച്ച് ഇങ്ങനെ അടിക്കണം. നമ്മൾ മുട്ടുകൈക്ക് അടിക്കണം. എങ്ങനെ എവിടെയൊക്കെ അടിക്കണം? ഇവിടെ നെഞ്ചിൻ്റെ മുതുകിൻ്റെ ഒരളവിലാണ് ഇടി വരുന്നത്. അത് നമുക്ക് സാഹചര്യം ഇങ്ങനെ ഞങ്ങളിത് വട്ടത്തിൽ ചെയ്യുന്നതിൻ്റെ കാര്യം ഉദ്ദേശമാണ് ഞങ്ങളിതൊരു നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കണം. ഇത് അതല്ല, ഇത് ഒറ്റയടി വേണമെങ്കിൽ കയറി ഇടിക്കുക, നേരെ ബാക്ക് ഇടിക്കുക, തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് കളം ചവിട്ടിയാണ് തിരിയുന്നത് ആലോചിച്ചിട്ട്. എന്നിട്ടാണ് ഞങ്ങളിത് ഇടിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, സ്ലോയിൽ കാണിച്ചു തരാം. എന്നിട്ട് എന്തെങ്ങനെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുമോ അതും കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, അടിച്ചൊക്കെ ഇത് അടുത്ത് പിടിച്ച് തിരിഞ്ഞ് വെട്ടി ഇതേ കൈ മാറുക, മുലയുടെ നേരെ പുറകുവശം ഇടിക്കണം. ഈ കാലം തിരിച്ചു വെച്ച് കൈ പൊക്കി അടുത്ത കഷത്ത് ഇതാണ്. അപ്പോൾ ഇടിക്കാൻ നേരത്തും മർമ്മസ്ഥാനത്ത് തന്നെ ഇടിയെല്ലാം ചെല്ലുന്നത്. ഒന്ന് ചെല്ലുന്നത് ഇവിടെയാണ്, അതിനിച്ചിയുടെ ബാക്കാണ്, നേരെ പുറകിലാണ് അടുത്തിടി. രണ്ടാമത് ഈ ഫാട്ടാണ്, മൂന്നാമത്, അഞ്ചാമത് ഈ സൈഡാണ്. അപ്പോൾ ഇടിക്കാൻ നേരത്ത് കറങ്ങി പിടിച്ചാണ് ഇടിക്കണം. എല്ലാം മുട്ട് കഴിക്കണം. എന്നാൽ ശ്രദ്ധിക്കണം, ഞാനിത് 4 ഇടി പരിചയപ്പെടുത്തി കാണിച്ചു. റെഡി, 1, ഓക്കെ, അടിച്ച് ടേൺ ചെയ്യുക. ഇവിടുന്ന് ഇടിച്ച് കയറിയിട്ട് ടേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടതും വലതും ചെയ്യാത് 1 ബാക്ക്, 2, 3, 4, 5. അപ്പോൾ ഇടിച്ച ആൾ തളർച്ച കൈപ്പുറത്ത് വീഴും. നമ്മുടെ കൈപ്പുറത്ത് വീഴാൻ നേരത്താണ് ഇത് വീണ്ടും ഇടിക്കുന്നത്. ഇത് നമ്മൾ കളരി പഠിപ്പിക്കാനത്, പിള്ളേരെ പഠിപ്പിക്കാനത് ബാഗ് കെട്ടി തൂക്കിയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ അടിക്കാനത് നമ്മൾ നേരെ ആദ്യമേ ചുവട് വെക്കും. 1, 2, 3, 4, 5 ഇങ്ങനെ വെച്ചാൽ പഠിപ്പിക്കണം. അപ്പോൾ ഇതൊരു കളം ചവിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കണം, ഒരാളെ കൈ കിട്ടിയാൽ അടിച്ച് നേരെ മുട്ടുകൈ കയറ്റി അടിച്ച് പുറം ഇങ്ങനെയാണ് ഇടി വരുന്നത്. എന്നാൽ ഇത് ഓർഡറായിട്ട് പഠിപ്പിക്കാൻ നേരത്ത് നമ്മൾ 5 ഇടി പഠിപ്പിച്ചാണ് കളം ചവിട്ടിയാണ് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ അഥവാ ലെഫ്റ്റ് ഹാൻഡാണ്, ഇടതേ അടിച്ച് അടുത്തടുത്ത് ഇതാണ്ട ഇറങ്ങി ഈ കാല് വട്ടം വെച്ച് ഇടിക്കുക. അപ്പോൾ കൈ ക്യാച്ച് ചെയ്യാൻ മറക്കരുത്, ഇടിക്കുക. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. 1, 2, 3, 4, 5. അപ്പോൾ ഇതാണ് നിങ്ങളിന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് സ്ലോയിൽ പഠിക്കുക. ഇത്ര ഫാസ്റ്റായിട്ട് ഇത് നിരന്തരം ചെയ്താൽ മാത്രമേ ചുറ്റിനും കടന്നിരിക്കാനൊക്കത്തുള്ളൂ. ഇത് കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് 5 സ്ഥാനങ്ങളാണ്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വട്ടം ചവിട്ടി ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ചുറ്റിന് നീര് വന്ന് നട്ടലിൻ്റെ പുറകിന് ഇടിച്ചെന്നാലും ആൾ മൊത്തത്തിൽ ഡാമേജാണ്. ഈ നട്ടൽ മൊത്തം ഡാമേജ്. നിങ്ങൾ നോക്കണം. ഒന്നുകൂടെ ഞാൻ സ്ലോയിൽ ചെയ്തു തരാം, ഒന്ന് ശ്രദ്ധിച്ചു. 1, തടുക്കുക, ക്യാച്ച് ചെയ്യുക, പോകാതിരിക്കുക. എന്നിട്ട് വലത് കാല് കയറ്റി വെച്ച് കക്ഷക്കുഴിയുടെ അടി ഇടിച്ച് പിടിച്ച് തിരിയെ ഒറ്റടി ടേൺ ചെയ്യാം. ഇവിടുന്ന് കൈ ക്യാച്ച് ചെയ്യാം. 1. പിടിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വട്ടച്ചോടും നീട്ടച്ചോടും എന്ന് വെച്ചാൽ വട്ടച്ചോടും നീട്ടച്ചോടും എന്ന് വെച്ചാൽ എപ്പോഴും വട്ടച്ചോടിന് പറയണം നമ്മൾ ഗജ്ജ ഇങ്ങനെ ഇരിക്കുക. നീട്ടച്ചോട് അശ്വപടിക. അപ്പോൾ ഇങ്ങനെ ഇടിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇടിക്കുന്ന ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ ഞാനത് പരിചയപ്പെടുത്തി തരാം. എടി 1, അടുത്ത് പിടിച്ച്
ഇതാണ് ചെയ്യണം. ഈ ഓരോ സ്റ്റെപ്പും സ്ലോയിൽ എങ്ങനെ കൈ കിട്ടുന്ന, കൈ കിട്ടിയില്ലെങ്കിൽ, ഇടത്ത് കൈ കിട്ടിയില്ലെങ്കിൽ കയറി നമുക്ക് ഇടിക്കാം. ഒരിടി പാഴായാലും നെഞ്ചിന് നേരെ ഒരിടി ഇടിക്കാം. അപ്പോൾ നോക്കണം, 1 അടുത്ത് പിടിച്ച്, ഇത് മൂന്നാമത്തെ ദേ 4, ദേ 5. കണ്ടല്ലോ, ഇത് നിരന്തരം അഭ്യാസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാം. അതല്ല 1-2 ദിവസമാണ് ഇടിച്ചിരിക്കുക എന്നില്ല നമ്മൾ ടച്ചിങ് കളയരുത്. ഇത് നിരന്തരം ചെയ്യാനാണ് പറയണത്. ഞാൻ പറഞ്ഞു എന്തുമാത്രം പ്രാവശ്യം ചെയ്യുക അത്ര അത് വൃത്തിയായിക്കൊണ്ടേയിരിക്കും. അതാണ് അഭ്യാസം. അല്ലാതെ ചെയ്ത് എനിക്ക് റെഡിയാകുന്നില്ല എന്നും പറഞ്ഞ് ചെയ്യാതെ ഇരിക്കരുത്. വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നൊരു അഭ്യാസമാണ് അത് നമുക്ക് ഇതിൽ പറയുന്നുണ്ട്, ഒളിഞ്ഞു വെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടിതെടുത്ത് ഒളിഞ്ഞു വെട്ട് എന്നുവെച്ചാൽ എങ്ങനെ അടിച്ച് ഇതേ ഈ വെട്ട്. ഇതിന് പകരം നമ്മൾ ഈ കാല് കയറ്റി വെച്ച് മുട്ട് കൈക്ക് റെഡി വരും. മനസ്സിലായി? തിരിഞ്ഞ് ഇവിടെ അടിക്കും. അപ്പോൾ എങ്ങനെ കിട്ടിയാലും പുറം തിരിഞ്ഞ് മുട്ട് കൈ കയറ്റി കൊടുക്കണം. അത് വട്ടത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത് വളരെ വൃത്തിയായിട്ട് ചെയ്യുക. മുട്ട് കൈ കയറ്റി പഠിക്കുക. അതൊരു ബാഗ് കെട്ടി തൂക്കിയിട്ട് അതിൽ ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ ഇടിച്ചിടിച്ച് പഠിക്കാം. എന്നാലാണ് ഒരാളെ കിട്ടാൻ നമുക്ക് ചെയ്ത് ഇടിക്കാൻ പറ്റുന്നത്. അത് അമർച്ച വേണമെന്ന് പറയുമ്പോൾ അടിച്ച് ഇത് ഈ കൈ കണക്കായി വേണ്ടതാണ്. അമർച്ചയില്ലാതെ അടിച്ച് അടിയും കൊള്ളും, തലയുടെ ബാക്ക് അടിയും കൊള്ളും. അതുപോലെ നോക്കി 1 ഇതാ ക്യാച്ച്. അപ്പോൾ അമർച്ച ഇതിനകത്ത് പ്രാധാന്യം. അമർച്ച കിട്ടാൻ വേണ്ടി ആ കളരിയിൽ നമുക്ക് കളരിയിലൊരു വ്യത്യസ്തമായ അഭ്യാസം എന്ന് പറയുമ്പോൾ ലോകത്തില്ലാത്തൊരു അഭ്യാസം മെയ്പ്പൈറ്റാണ്. അത് കളരിക്ക് മാത്രം അവകാശപ്പെട്ട. ബാക്കി നമ്മുടെ മറ്റുള്ള അഭ്യാസം വടി വീശും, വടിതല്ലും ഒരുപാട് അവരവർ ഇച്ചിരി ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. മെയ്പ്പൈറ്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു അഭ്യാസത്തിലും കൊണ്ടുവന്ന്. അത് കളരിയുടെ സ്വന്തമാണ് മെയ്പ്പൈറ്റ്. അത് മറ്റുള്ളവർ എന്തിനാണ് ചെയ്യണതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച ഭാഗം നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മെയ്പ്പൈറ്റ് ചെയ്യുന്ന ഇത് നമുക്ക് അമർച്ച കിട്ടും, അഭ്യാസത്തിന് അമർച്ച കിട്ടും, ശരീരം ചുരുക്കിയെടുക്കാം, വായുബലം കിട്ടും. പിന്നെ ചാടിക്കയറ്റം എന്ന് ഞാൻ പറഞ്ഞു, കള്ളച്ചോട് ചാടിക്കയറ്റം. അപ്പോൾ ഒരാൾ ചാടിക്കയറ്റം എന്നൊക്കെ പറഞ്ഞ പോലെ ചാടി കെട്ടി അല്ല ചാടി കെട്ടിയെന്ന് പറയുമ്പോൾ ചാടി കെട്ടിയെന്ന് പറഞ്ഞാൽ ഇടി പോകണം. ഉച്ചയ്ക്ക് കണ്ടിട്ടുണ്ട്, ഉച്ചയ്ക്ക് അടിയണം. അപ്പോൾ നമ്മൾ ചാടിക്കെട്ടി അരക്ക് കെട്ടിയിട്ട് നമ്മൾ ഉച്ച പോകത്തിന് കൊത്തി അടിക്കുക. അതുപോലെ മുട്ടുകൈക്ക് ചാടിക്കെട്ടി നമ്മളടിക്കാറുണ്ട്. അത് ചിലപ്പം അത്ര ഭംഗിയായിട്ട് ചാടി കെട്ടണം. ഒരു കെട്ട് അരക്കും കെട്ടണം, ഒരു കെട്ട് തോളലും കെട്ടിയാണ് നമ്മൾ തലക്കടിക്കുന്നത്. ചാടിക്കെട്ട് എപ്പോഴും ഓർത്തണം. ചാടിക്കെട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു ആക്രമണം, ചാടിക്കയറി നിൽക്കുക. ഇത് ഒക്കെയാണ് മെയ്പ്പൈറ്റിൽ ഇരിക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ ഒരു ശത്രു അടിക്കാൻ നേരത്ത് അത് കൈക്കണക്കാക്കേണ്ടത് അഭ്യാസിയുടെ കടമ. അല്ല നിലക്ക് നിന്ന് കൊടുക്കരുത്. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു അഭ്യാസി നല്ലൊരു അഭ്യാസിനെ കണ്ടാൽ മനസ്സിലാകും. നെളിച്ചിലുണ്ടാകത്തില്ല. നെളിച്ചിൽ പറയുന്നത് അഭ്യാസത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാവമാണ് നെളിച്ചിൽ പറയാൻ. എന്താ അത് ഐതിഹ്യം നമ്മളെ പഠിപ്പിച്ചിട്ട് പഴയുള്ളവർ പറഞ്ഞിരിക്കുന്നു, നീ വയലിലേക്ക് നോക്കുക. വയലിലേക്ക് നോക്കാൻ നേരത്ത് പതിരെപ്പോഴും നിവർന്നും കാമ്പുള്ളത് വളഞ്ഞുരിക്കുന്നു. അപ്പോൾ അതാണ് ഐതിഹ്യം നമ്മളെ പറഞ്ഞ് പുരാണ കഥയിൽ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന അഭ്യാസി ആശാന്മാർ. അപ്പോൾ അത് സത്യസന്ധമായിട്ട് നോക്കാൻ നേരത്ത് നമ്മൾ കുറേ പേരെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എങ്ങനെയാണ് ശത്രു അടിക്കാൻ നേരത്ത് നിൽക്കണതെന്ന് പറയുമ്പോൾ അടിച്ച് ചുരുങ്ങിയാണ്. അപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ പെട്ടെന്നാണ്. നിലക്ക് നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന അടിച്ച് ഇത് പാടാണ്. ഇതിനെ നല്ലത് കുനിഞ്ഞു ഓടിക്കണമെങ്കിൽ ആയത്തിന് കിട്ടുവാള. ആയത്തിന് കിട്ടുകയും ചെയ്യും. നമുക്ക് പഞ്ച് ചെയ്ത് താഴെ ഇടാം. എപ്പോഴും ഹൈറ്റാണ്, വണ്ണമുണ്ട്, ആശനെ അവരെയൊക്കെ എങ്ങനെ അടിച്ചിടുക നമുക്ക് തോന്നുമ്പോൾ എപ്പോഴും അടിക്കാൻ നേരത്തെ ഒന്ന് കുനിഞ്ഞത് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് കയറി ഒറ്റടി വെച്ച് കൊടുക്കുക. ഗ്രോയിന്, പടൽ, സൈഡ്, നെഞ്ചുവശം, വയറടച്ചൊക്കെ അടിച്ചാൽ പോവും. ഇങ്ങനെ തട്ടിയാൽ മതി, പോവും. അത് ശരി ആരോഗ്യമുള്ളവർക്ക് ഇച്ചിരി കടുപ്പിച്ച് കൊടുക്കണമെന്നേലും. ഇതാണ് വിദ്യ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അടിച്ച കൈ തടുത്താണ് നമ്മൾ ഇടിക്കുന്നത്. അത് ഈ വശം ഇടതുവശം കിട്ടിയാലും വലതുവശം കിട്ടിയാലും മുട്ടുകൈക്ക് ഇടിച്ച് കയറ്റി ചെയ്യണം. അത്
നിരന്തരം ചെയ്യണം. വീണ്ടും ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരും. എന്തെങ്കിലും പോരായ്മ, എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനാണെങ്കിൽ എഴുതി ചോദിക്കാം. എന്നാലും ചിലവരുടെ അടുത്ത് ഒരാൾ മാത്രം ചോദിക്കണം, അച്ഛന് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അന്നേരം പറയാം, ഞാൻ എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, ഒരുപാട് വിദ്യകൾ ഞാൻ കാണുന്നത് വേൾഡിലെല്ലാം. നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ അവരടിച്ചിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ നമ്മുടെ വിദ്യ അതിലൊരു വലുതാണ്. ഇത് അത്ര ഡെവലപ്പാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മളുള്ളത് കൊണ്ട് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ നിരന്തരം ചെയ്ത് അതുപോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും മറ്റുള്ള അഭ്യാസികളെയൊക്കെ നമ്മുടെ കീഴിൽ വരാൻ വകുപ്പുണ്ട്, സാഹചര്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ള മുതൽ ഒന്ന് ഇറക്കി കാണിച്ചു കൊടുക്കുക അറിയാവുന്നവർക്ക്. ഇതാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം കളരി പഠിപ്പിച്ചിട്ടാണ്, തിരുമ്പ് കൊണ്ടാണ് ജീവിക്കുന്നത്. അതാണ് എനിക്ക് അതിനോട് അത്ര വിനയത്വം. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ക്യാമറയുടെ മുമ്പിൽ ഞാനിങ്ങനെ വെമ്പൽ കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു കുറ്റമല്ല, എൻ്റെ സത്യസന്ധത കൊണ്ടാണ് ഞാൻ കള്ളത്തരമില്ലാതെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച. നമസ്കാരം.